അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ വരട്ടിയാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു 750 ചിക്കനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചാട്ടാ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലകളൊക്കെ ചേർത്തുകൊണ്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ഇട്ടാൽ. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞളുടെ പൊടിയും ഞാൻ അതിലേക്ക് ഇടും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വരട്ടിയത് പിന്നെ ദോശയ്ക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. ചോറ്റുക്കൊക്കെ എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചാട്ടാ. എല്ലാതും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തുകാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് ഇങ്ങനെ പീലാക്കി വെച്ചതാണ്. ഒരു സ്പൂണ് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ തേങ്ങാക്കൊത്തും വേപ്പിൻ്റെ അരിയും കൂടെ ഇട്ടുകൊടുത്തുകൊണ്ട് പിന്നെ ഇനി നമുക്ക് അതിലേക്ക് ആ തേങ്ങാക്കൊത്തും ഇട്ടുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്കിത് മാറ്റി വെക്കണം. തണുപ്പായിട്ട് ഇത് ഇങ്ങനെ കട്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൂട്ടണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഇരിക്കുമ്പോഴത്തേന് ഈ മുളകിൻ്റെയും മല്ലിൻ്റെയും ഗരം മസാലിൻ്റെയും എല്ലാത്തിൻ്റെയും ഇതൊക്കെ ഈ ചിക്കനിൽ പിടിക്കൂട്ട ഉപ്പൊക്കെ എല്ലാതും പിടിച്ച് നല്ല സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്കിത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ അരമണിക്കൂർ എത്രയെങ്കിലും നമ്മളെ ഒഴിവിനനുസരിച്ച് നമുക്കിത് മാറ്റി വെക്കട്ടെ. അപ്പം അങ്ങനെ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിവിടെ മൂടിയാണ്ട് മാറ്റി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിൽ എന്തെങ്കിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിൽ തന്നെയാണ് ഇപ്പോഴും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ചതച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഒരുവിധം മൂത്ത് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ നമുക്ക് വലിയ 2 ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അപ്പോൾ നേരമില്ലാത്തതിൻ്റെ പേരിൽ അത് തൊലിക്കാനും കട്ട് ചെയ്യാനും നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ പിന്നെ വേഗം ഒന്ന് ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓതാനും ചെല്ലാനൊക്കെ ഉണ്ടാവുമല്ലോ. അതിനിരിക്കാറ് വെച്ചിട്ട് വേഗം ഇതല്ല എളുപ്പം. വലിയ ഉള്ളി 2 ആട് കട്ട് ചെയ്ത്. ചെറിയ ഉള്ളി കട്ട് ചെയ്യാൻ ഇതുള്ളവർക്ക് ഒഴിവുണ്ടെങ്കിൽ കുറച്ച് ഒരു വലിയ ഉള്ളി എടുത്തുകൊണ്ട് ബാക്കി ചെറിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ. ചെറിയ ഉള്ളി എന്ത് കിട്ടാലും നല്ല ടേസ്റ്റല്ലേ. ബീഫ് കായാലും ചിക്കൻ കായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്, മട്ടൻക്കൊക്കെ. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് വാടി വരട്ടെ. ഇത് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ചിക്കനിലേക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല മസാല പറ്റി വെച്ചതല്ലേ. ഇത് വാടാനുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഇങ്ങോട്ട് വാടി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒന്ന് കിടന്ന് വാടട്ടെ. ഇനി നമുക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ നാടൻ്റെ വേപ്പിൻ്റെ ഇല തന്നെയാണ്. നമ്മളെ മരത്തുമെന്ന് പൊട്ടിക്കണതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. തോനൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ ഒരുവിധം കണ്ണാടി പോലായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വാടിക്കിട്ടണം കേട്ടോ. ഒന്നും കൂടെ വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ.
അപ്പോൾ നമ്മൾ ഉള്ളി ഒരു ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. എന്താ നമ്മൾ ഇതിലേക്ക് തക്കാളി ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ കറിയൊക്കെ വെക്കുകയാണെങ്കിലല്ല തക്കാളി ഉപയോഗിക്കൽ. ഞാൻ നമ്മൾ പരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ഇതിലേക്ക്. ഇതിൽ നമ്മൾ പരട്ടി വെച്ച ചിക്കനിൽ പിന്നെ എണ്ണയും വെള്ളവും കൂടെ ഉറി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ചൂടാകുമ്പോൾ അതിങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ നമ്മളിത് മൂടി വെച്ചാണ്ട് കത്തിക്കുമ്പോൾ ഇതിനാവശ്യത്തിലുള്ള വെള്ളം വരും കേട്ടോ, വേവാനുള്ള. അപ്പോൾ നമുക്ക് ഇതെല്ലാതും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഈ സവാളയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും എല്ലാതും കൂടെ നമ്മൾ വഴറ്റിയതല്ലേ. അപ്പോൾ ഇതെല്ലാതും കൂടെ ചിക്കനിൽ നല്ലൊന്ന് മറിച്ച് ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചാണ്ട് കത്തിക്കട്ടാം. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇടില്ല കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ ആദ്യം ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ മൂടി വെച്ച് കത്തി വേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്നുങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു ഇതും ഇല്ലല്ലോ. ഇനി നമുക്കിത് നല്ല ഇങ്ങോട്ട് ചൂടായി വരുമ്പോൾ വെള്ളം ഇങ്ങനെ വരും കേട്ടോ. ഇതിൽ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ നമുക്ക് കയ്യിലോണ്ടൊന്നും കോരിയെടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെന്ത് വന്നാൽ ഇത് വേവാനുള്ള വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ തീരെ ഇതിലേക്ക് വെള്ളം ഉപയോഗിക്കാത്തതാണ്. എല്ലാ ഭാഗത്തും നമ്മൾ ഇങ്ങനെ മറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചാണ്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക് മുറിക്കണില്ല, കാരണം മുറിച്ചാൽ ഇനി എരിവ് ഏറിയാൽ അത് കൂട്ടുന്നവർക്കൊരു പ്രശ്നം വേണ്ട. എരിവുള്ളൂ മാണ്ടിയവർക്ക് വേണമെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് ഇതാക്കിയാൽ അപ്പോൾ ഇതാവും ചെയ്യും. ഞാനൊരു കറാമ്പൂ ആ ഇതിലിങ്ങനെ ദ്വാരത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവിയൊന്നും പുറത്തേക്ക് വല്ലാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേണ്ട, നമ്മൾ ചിക്കനിൽ വെള്ളം വന്നിട്ട് ചിക്കൻ നല്ല ഇങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ നല്ല വെള്ളവും എണ്ണയും എല്ലാതും കൂടെ നല്ല പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചാണ്ടല്ല ഇന്ന് മസാല തേച്ച് വെച്ചത്, ആ എണ്ണയിട്ടത് എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇനിയും വെച്ച് കത്തിക്കട്ടാ. ഇത് വെന്തിട്ടൊന്നുമില്ല, ഒരുവിധമൊക്കെ ഇനിയും വേവാണ്ട്, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നല്ലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാത്രം ആയതുകൊണ്ട് വല്ലാതെ അടി പിടിക്കൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ വേറെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഒന്ന് വെന്തിക്കണം നോക്കട്ടെ കേട്ടോ. ഒരു അര ഭാഗമൊക്കെ കഴിക്കണം. അപ്പോൾ ഇതിയും കൂടെ ഒന്ന് വെന്താൽ നമുക്കിത് തീ ഓഫാക്കട്ടോ. ഒന്നും കൂടെ നമ്മളിഞ്ഞ് മൂടിയിട്ടാണ്ട് കത്തിച്ചെടുക്കട്ടോ. ഈ തിളക്കണതൊക്കെ ഇനി ഒന്നിങ്ങനെ വറ്റി വരും കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം തന്നെ എന്തോ ഒരു സ്മെല്ലാണെന്നറിയോ. നമ്മൾ കറി വെച്ചാലൊന്നും ഇങ്ങനെ സ്മെല്ല് കിട്ടില്ല. പിന്നെ നമ്മൾ പൊരിച്ചാലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ചിക്കന്. നമ്മൾ പൊരിക്കണക്കാട്ടൊക്കെ ടേസ്റ്റാണ് ചിക്കൻ ഇങ്ങനെ ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കട്ടെ. അപ്പം ഒരുവിധമൊക്കെ നമ്മളത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേവൊക്കെ നല്ല പാകമായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ല വറ്റിയ മാതിരി ഉണ്ടോ. നല്ല മസാലയൊക്കെ നല്ല ചിക്കനിൽ പിടിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയാൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.